നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേമത്തിന് വിലയില്ല. വാണി പ്രേം അൻമോൾ ഹോത്താ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. മുമ്പത്തെ എപ്പിസോഡിൽ അൽക്കമാം എന്നെ അവരുടെ ആഡംബര വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് അവർ എന്നെ തന്റെ സുഹൃത്തായി ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. അത് ഞാൻ വലിയ ബഹുമതിയായി കണക്കാക്കുന്നു. അൽക്കമാം എന്റെ സത്യസന്ധതയെയും എന്റെ കുടുംബത്തിന്റെ അതുല്യമായ മൂല്യങ്ങളെയും പ്രത്യേകിച്ച് എന്റെ സഹോദരൻ മായൻക്ക് ചെയ്ത ത്യാഗത്തെയും പ്രശംസിക്കുന്നു. എങ്കിലും ഞങ്ങൾ സംഭാഷണം തുടരുമ്പോൾ രഹസ്യം സൂക്ഷിക്കാമെന്ന് മാം എന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. ഞാൻ എന്റെ വാക്ക് കൊടുക്കുന്നു, പക്ഷെ പിന്നീട് മാം എന്നെ ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തുന്നു. അൽക്ക പാട്ടിയ മാം അവിവാഹിതയാണ്. അവരുടെ ഈ തീരുമാനത്തിന് പിന്നിലെ ഒരു വലിയ കാരണം ഞാൻ വിവാഹം കഴിക്കില്ല എന്ന എന്റെ തീരുമാനവും കൂടിയാണ്. തങ്ങളുടെ സൗഹൃദത്തിലൂടെ എന്റെ ജീവിതത്തിലെ ശൂന്യത നികത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് മാം പറയുന്നു. മാമന്റെ വാക്കുകൾ കേട്ട ഉടൻ മാമിന് സ്വവർഗാനുരാഗ പ്രവണതകൾ, ഹോമോസെക്ഷുവൽ ടെൻഡൻസീസ് ഉണ്ടാകുമോ എന്ന അസ്വസ്ഥമായ ഭയം ഒരു നിമിഷം എന്റെ മനസ്സിൽ മിന്നി. എന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഇന്നത്തെ എപ്പിസോഡിൽ അൽക്ക മാം എന്റെ മുഖഭാവങ്ങൾ വായിച്ച് എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറാണ്. കേൾക്കുക വാണി, ഞാൻ വിവാഹം കഴിക്കാതെ തുടരുന്നതിന് കാരണം ഏതെങ്കിലും പരാജയപ്പെട്ട പ്രണയമോ ഭൗതിക കുറവോ അല്ല. കാരണം ഇതിലും ആഴത്തിലുള്ളതാണ്. ആ കാരണം അൽക്ക മാമന്റെ അഗാധമായ രഹസ്യം എന്താണ്? പ്രേമത്തിന് വിലയില്ല. വാണിയിൽ കണ്ടെത്തുക. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 6 വിശ്വാസത്തിന്റെ നിബന്ധനകളും ഒരു അവിശ്വസനീയ രഹസ്യവും. മാമിനെപ്പോലുള്ള ഒരു വിജയിച്ച സ്ത്രീ ഞാൻ അവരെപ്പോലെയാണ് എന്ന് പറയുന്നത് എനിക്ക് ഒരു അഭിനന്ദനം പോലെ തോന്നുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയധികം താൽപര്യം അനുഭവിക്കുന്നത് എനിക്ക് അഭിമാനം നൽകുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. വാണി, തൽക്കാലം നീ എന്റെ സ്കൂളിൽ ഒരു അധ്യാപികയാണെന്ന കാര്യം മറക്കുക. സ്കൂളിന് പുറമെ നീ ഇനി എന്റെ സുഹൃത്തായിട്ടും ഉണ്ടാകും. പറയൂ, നമ്മുടെ പ്രായത്തിലുള്ള വ്യത്യാസമുണ്ടെങ്കിലും എന്റെ ഈ സൗഹൃദ അഭ്യർത്ഥന നിനക്ക് സ്വീകാര്യമാണോ? എന്നോട് ഇത് ചോദിക്കുന്നത് മാമന്റെ ഔദാര്യമാണ്. മാം, അത് എനിക്കൊരു ബഹുമതിയായിരിക്കും. ഞാൻ ചിരിച്ചു. എന്റെ മടി കുറയുകയായിരുന്നു. അതെ വാണി, നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നീ എന്നെ മാം എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഉചിതമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇവിടെ ഇത്രയും പ്രായവ്യത്യാസത്തിന് ഇളയവരിൽ നിന്ന് ശരിയായ ബഹുമാനം പ്രതീക്ഷിക്കുന്നു. സംസാരിക്കുമ്പോൾ അവർ മനസ്സു നിറഞ്ഞു ചിരിച്ചു. അപ്പോഴാണ് വേലക്കാരി പഴച്ചാറും ഡ്രൈ ഫ്രൂട്ട്സുമായി ഒരു ട്രേ കൊണ്ടുവന്നത്. വാണി, ഇതാ, ഉച്ചഭക്ഷണത്തിന് ഇനിയും 2 മണിക്കൂറുണ്ട്. അതുവരെ നമ്മൾ കുറച്ചു കഴിച്ച് കുടിച്ച് ധാരാളം സംസാരിക്കാം. നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാം, അവർ നിർബന്ധിച്ചു പറഞ്ഞു. ഞാൻ ട്രേയിൽ നിന്ന് ജ്യൂസ് ഗ്ലാസ് എടുത്തു. തുടർന്ന് ഞങ്ങളുടെ സംഭാഷണം ആരംഭിച്ചു. വാണി, വ്യക്തിപരമായി എന്റെ അടുത്ത ബന്ധങ്ങളെല്ലാം എന്റെ അതേ ഉന്നതവർഗത്തിലുള്ള സ്ത്രീകളുമായോ അല്ലെങ്കിൽ എന്റെ അതേ പ്രായത്തിലുള്ളവരുമായോ ആണ്. നീ ഇതിന് 2 അപവാദങ്ങളിൽ ഒരാളായിരിക്കും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നീ നിന്നിൽ തന്നെ സൂക്ഷിക്കുമെന്ന് എനിക്ക് വാക്കു തരണം. മാം, നിങ്ങൾ എന്നെ ഇതിന് യോഗ്യയായി കണക്കാക്കുന്നത് എനിക്ക് അഭിമാനമാണ്. നമ്മൾ നടത്തുന്ന ഏത് സംഭാഷണവും എനിക്കറിയാത്തതുപോലെ ഞാൻ സൂക്ഷിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ സത്യം ചെയ്യുന്നു. എങ്കിലും എന്നെക്കുറിച്ച് അധികം അറിയാതെ നിങ്ങൾ എങ്ങനെ എന്റെ മേൽ ഇത്രയും വിശ്വാസം വെച്ചു എന്നറിയാൻ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സ്വന്തം യോഗ്യതയെ സംശയിച്ചു. ജോലിയുടെ ഭാഗമായി ഞാൻ ധാരാളം ആളുകളെ കാണാറുണ്ട്. ഇതുമൂലം ഒരു ചെറിയ സംഭാഷണത്തിലൂടെ ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിൽ വളർന്നിട്ടുണ്ട് എന്ന് പറയാം. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ പ്രഭാവലയം ഓറ എന്നെ ആകർഷിക്കുന്നു. നിന്റെ ഇന്റർവ്യൂ ദിവസം മുതൽ ഞാൻ നിന്നിൽ ആകൃഷ്ടയായി. അന്നു മുതൽ നീ വിശ്വാസത്തിന് അർഹയാണെന്ന് ഞാൻ കരുതി. മാമന്റെ വാക്കുകൾ എന്റെ യോഗ്യതയെ സ്ഥിരീകരിക്കുന്നു. അവരുടെ വാക്കുകളിൽ ഞാൻ ആവേശഭരിതയായി. അമ്മ മരിച്ചതിനുശേഷം ഞാൻ ഇത്രയും ആവേശഭരിതയായിട്ടില്ല. മാം എനിക്ക് ഇത്രയും ഉയർന്ന ശമ്പളം നൽകിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഞാനും നിങ്ങളും സുഹൃത്തുക്കളായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല. ഞാൻ അവർക്ക് ഉറപ്പ് നൽകി. നമ്മുടെ ബന്ധം അടുത്തതാണെന്ന് ആളുകൾ അറിഞ്ഞാലും പ്രശ്നമില്ല. നീ ഉറപ്പാക്കേണ്ടത് ഇത്രമാത്രം: നമ്മുടെ സംഭാഷണങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായവ, നീ മറ്റാരോടും ഒരിക്കലും പറയരുത്. അതെ, ഇപ്പോൾ നമ്മൾ മുന്നോട്ടു പോയി മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യണം. ആദ്യം നിങ്ങളുടെ അമ്മയെയും സഹോദരനെയും എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറയൂ. അൽക്ക മാം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയോടെ ഉണ്ടായിരുന്നു എന്ന് തോന്നി. ഈ ചോദ്യം എന്നെ വികാരഭരിതയാക്കി. അവരെ രണ്ടുപേരെയും ഓർത്ത് ഞാൻ ദുഃഖിതയായി. പിന്നീട് ഞാൻ എന്റെ അമ്മയുടെ ഗർഭധാരണത്തെക്കുറിച്ചും പ്രസവസമയത്ത് സംഭവിച്ച അവരുടെ മരണത്തെക്കുറിച്ചും പതുക്കെ മാമിനോട് പറഞ്ഞു. ഇതിൽ മാം ദുഃഖം പ്രകടിപ്പിച്ചു. മാം, എന്റെ ചേട്ടന് എന്നേക്കാൾ 3 വയസ്സ് കൂടുതലായിരുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗിന്റെ 6ാം സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ
ഒരു വിദ്യാഭ്യാസ യാത്രയ്ക്കായി ചെന്നൈയിലേക്ക് പോയിരുന്നു. അതേസമയം അവിടെ വെള്ളപ്പൊക്കമുണ്ടായി. യുവാക്കൾക്ക് ഉണ്ടാകുന്ന ആവേശവും ധൈര്യവും അദ്ദേഹത്തിൽ അല്പം കൂടുതലായിരുന്നു. അവിടെ പൂർണ്ണമായും അപരിചിതരായ ഇരകളെ രക്ഷിക്കുന്നതിനിടയിൽ അദ്ദേഹം സ്വയം മരിച്ചുപോയി. ഞാൻ മായങ്ക് ബയ്യയെക്കുറിച്ച് പങ്കുവച്ചു. വാണി, അത് അങ്ങേയറ്റം വേദനാജനകവും ഹൃദയഭേദകവുമായ അപകടമായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടുത്തെ പത്രങ്ങളിലും വായിച്ചതായി ഓർക്കുന്നു. ആ അപകടത്തിന് ഇരയായ യുവാവ് നിന്റെ മൂത്ത സഹോദരനായിരുന്നു എന്നത് അത്യധികം നിർഭാഗ്യകരമാണ്. ഈ അപകടം സംഭവിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നീ ഇന്ന് എന്റെ സ്കൂളിൽ ജോലി ചെയ്യുന്നതിനു പകരം മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു, മാം അനുശോചനം അറിയിച്ചു. അതെ മാം, ബയ്യെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായും ഇങ്ങനെയായിരിക്കില്ല. അതെ, ഒരുപക്ഷെ എനിക്ക് ഈ ജോലി ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. സംഭവിച്ചത് ഞങ്ങളുടെ ദൗർഭാഗ്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത്, അതായത് ഈ ജോലി, ഇതിൽ ഞാൻ സംതൃപ്തിയാണെന്നും പറയും. ഇപ്പോൾ ഞാൻ സന്തോഷവതിയുമാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പുതിയ തലമുറയുടെ കഴിവുകൾ വളർത്തുന്നതിൽ സംഭാവന നൽകുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എന്റെ ദുഃഖവും സന്തോഷവും പ്രകടിപ്പിച്ചു. വാണി, നിങ്ങളുടെ കുടുംബത്തിന് വളരെ നല്ല വിദ്യാഭ്യാസവും മൂല്യങ്ങളുമുണ്ട്. അവിടെ മകൻ പൂർണ്ണമായും അപരിചിതരായ മറ്റാളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി. അതേസമയം മകൾ, നീ കുറഞ്ഞ ശമ്പളത്തിൽ പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതും ഒരു നേട്ടമായി കണക്കാക്കുന്നു. മാത്രമല്ല, ഈ മകൾ തന്റെ അച്ഛന് താങ്ങും തണലുമാകാൻ വേണ്ടി വിവാഹം കഴിക്കാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. വാഹ്, എന്ത് വിദ്യാഭ്യാസവും എന്ത് മൂല്യങ്ങളും! ഇത് എനിക്ക് അങ്ങേയറ്റം മാതൃകാപരമായി തോന്നുന്നു. അവർ എന്നെ മാത്രമല്ല എന്റെ മുഴുവൻ കുടുംബത്തെയും പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. ഇത് ഞങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സത്യമാണ്. മാമിൽ നിന്ന് കേട്ടപ്പോൾ ഈ വിദ്യാഭ്യാസവും അത്തരം മൂല്യങ്ങളും ഞങ്ങൾക്ക് ആരിൽ നിന്നാണ് ലഭിച്ചത്, അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇന്ന് മാമന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്റെ അച്ഛന്റെ വ്യക്തിത്വം എനിക്ക് അതുല്യമായി തോന്നുന്നു. ഞാൻ വന്നിട്ട് അരമണിക്കൂറിലധികം കഴിഞ്ഞു. ഒരു കാര്യം എനിക്ക് അസാധാരണമായി തോന്നുന്നു. മാമന്റെ കുടുംബാംഗങ്ങൾ ആരും ഇവിടെ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ഞങ്ങളുടെ സംഭാഷണം ഇതുവരെ എന്നെക്കുറിച്ച് മാത്രമായിരുന്നു. അതിനാൽ സംഭാഷണം മാമിലേക്ക് തിരിക്കുന്ന ഉദ്ദേശത്തോടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാം, ഇപ്പോൾ നിങ്ങളെക്കുറിച്ചും എന്തെങ്കിലും പറയൂ. തുടർന്ന് ഞാൻ ഒരു നിമിഷം നിർത്തി തമാശ പറയുന്ന ഉദ്ദേശത്തോടെ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒന്ന്. എന്റെ വാക്കുകൾ ആസ്വദിച്ചുകൊണ്ട് മാം പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം ശൂന്യതയിലേക്ക് നോക്കി അവർ ചിന്തിക്കാൻ തുടങ്ങി. വാണി, നിങ്ങളെക്കുറിച്ചും മായങ്കിനെക്കുറിച്ചും അറിഞ്ഞ ശേഷം എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഒരുപക്ഷേ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെയും നിങ്ങളുടെ സഹോദരനെപ്പോലെയും ഉള്ള മക്കൾ എനിക്കും ഉണ്ടാകുമായിരുന്നോ? ഞാൻ അവിവാഹിതയായി എന്റെ ജീവിതം ചെലവഴിച്ചു. ഇതു കാരണം മക്കളുടെ രൂപത്തിലുള്ള എന്റെ സംഭാവന ഈ സമൂഹത്തിന് നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു സ്ത്രീ വിവാഹം കഴിക്കാതെ ജീവിതം നയിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ മുൻ തലമുറകളിൽ അസാധാരണമായ കാര്യമായിരുന്നു. മാം ഭൂതകാലത്തിൽ മുഴുകിയതുപോലെ തോന്നി. അവർ പറയുന്നത് കേട്ടപ്പോഴാണ് മാം അവിവാഹിതയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. മാം എനിക്ക് എന്നോട് താൽപര്യം കാണിക്കാൻ ഒരു കാരണം ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. മാം, നിങ്ങൾ ശരിക്കും വിവാഹം കഴിച്ചിട്ടില്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്നതിന്റെ കാരണം ഞാൻ മറ്റൊരു സമയത്ത് പറയാം. എന്നാൽ തൽക്കാലം ഞാൻ നിങ്ങളുമായി സൗഹൃദത്തിലാകാനുള്ള എന്റെ ആശയത്തിന് പിന്നിലെ ഒരു കാരണം നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന നിങ്ങളുടെ തീരുമാനവും കൂടിയാണെന്ന് ഞാൻ പറയുന്നു. അവിവാഹിതയായിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ എന്റെ സൗഹൃദത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ശൂന്യത ഒരു പരിധിവരെ എനിക്ക് നികത്താൻ കഴിഞ്ഞേക്കും, മാം വിശദീകരിച്ചു. അവരെക്കുറിച്ച് എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴോ മുൻപോ ഒരിക്കലും. മാമിൽ നിന്ന് ഇത് കേട്ടപ്പോൾ മാമിന് സ്വവർഗാനുരാഗ പ്രവണതകൾ ഉണ്ടാകുമോ എന്ന ഒരു പെട്ടെന്നുള്ള ഭയം എന്റെ മനസ്സിൽ മിന്നി. ഇതുകാരണം ഒരുതരം വിറയൽ എന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. എന്റെ മനസ്സിലും ശരീരത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് മാം മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മനഃശാസ്ത്രം സ്വവർഗാനുരാഗത്തെ ഒരു മാനസിക രോഗമായോ വൈകല്യമായോ കണക്കാക്കാതെ സാധാരണവും സ്വാഭാവികവുമായ ലൈംഗിക മനോഭാവമായാണ് കണക്കാക്കുന്നത്. എങ്കിലും എനിക്ക് അതിനെ ഒരു സാധാരണ പ്രവണതയായി അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിൽ ഉയർന്നുവന്ന വികാരങ്ങൾ പുറത്തു കാണാത്തവിധം ഞാൻ എങ്ങനെയോ മറച്ചുപിടിച്ചു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് വേലക്കാരിയുടെ വരവ് എന്റെ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ എനിക്ക് എളുപ്പമാക്കിയത്. മാഡം ജി, ഭക്ഷണം തയ്യാറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം, വേലക്കാരി അറിയിച്ചു. ഞങ്ങൾ 30 മിനിറ്റിനുള്ളിൽ മേശക്കരികിൽ വരാം, മാം അവളോട് പറഞ്ഞു. മാം ഒരു സ്വവർഗാനുരാഗിയാണോ? അവർ അവിവാഹിതയായി തുടരുന്നതിന് കാരണമെന്താണ്? 2 കാര്യങ്ങൾ എനിക്കൊരു രഹസ്യമായി മാറി.
മാമിനെക്കുറിച്ച് അറിയാനുള്ള എന്റെ ആഗ്രഹം ശക്തമായി. ഈ രഹസ്യങ്ങളിൽ നിന്ന് മൂടുപടം എപ്പോഴാണ് നീങ്ങുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എനിക്കുടൻ അറിയണം. പക്ഷേ എനിക്ക് നിസ്സഹായതയാണ്. വാസ്തവത്തിൽ പ്രായമുള്ളവരും അനുഭവസമ്പന്നരുമായ ആളുകളുടെ മുന്നിൽ യുവജനങ്ങളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഒന്നും പറയാതെയും കേൾക്കാതെയും അവരുടെ മുഖഭാവങ്ങൾ വായിച്ചുകൊണ്ട് മാത്രം ആളുകളുടെ പല വികാരങ്ങളും മനസ്സിലാക്കുന്നു. അതേസമയം അവർ എപ്പോഴാണ് എന്താണ് മനസ്സിലാക്കിയത് എന്നും അവർ പറയില്ല. മാം എന്റെ മുഖത്തെ ഭാവങ്ങൾ വായിച്ചു. വാണി, നീ ഏത് ചിന്തകളിലാണ് മുഴുകിയിരിക്കുന്നത്? അവർ ചോദിച്ചു. മാം, ഞാൻ സൈക്കോളജി എന്ന വിഷയം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രാവീണ്യം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിഡ്ഢിത്തമായി ചിരിച്ചു. അതെങ്ങനെയാണ് നീ അനുമാനിക്കുന്നത്? ഒരു ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. മാം, നമ്മളും അരമണിക്കൂറിനു ശേഷം ഭക്ഷണം കഴിക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഇത് മനസ്സിലാക്കി അല്ലേ? അൽക്ക മാം എന്നെ നോക്കി. അവരുടെ കണ്ണുകൾ ശൂന്യതയിലേക്കല്ല, എന്റെ ഹൃദയത്തിലേക്കാണ് നേരിട്ട് നോക്കിയത്. അവർ പറഞ്ഞു, വാണി, ഞാൻ അവിവാഹിതയായി തുടരുന്നതിന് കാരണം ഏതെങ്കിലും പരാജയപ്പെട്ട പ്രണയമോ ഭൗതിക കുറവോ അല്ല. കാരണം ഇതിലും ആഴത്തിലുള്ളതാണ്. ആ കാരണം ജെമിനിയുടെ വിമർശനവും ക്രിയാത്മക മാർഗനിർദ്ദേശവും. പ്രിയ കേൾവിക്കാരെ, ഇത് പ്രേമത്തിന് വിലയില്ല. വാണിയുടെ എപ്പിസോഡ് 6 സമാപനമാണ്. ഈ എപ്പിസോഡ് അൽക്ക ഭാട്ടിയയുടെ കഥാപാത്രത്തിൽ ഒരു നിഗൂഢതയുടെ ഘടകം അവതരിപ്പിക്കുകയും വാണിയുടെ ആന്തരിക പോരാട്ടങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എപ്പിസോഡ് 6 ശക്തിയും കഥാവികാസവും. സൗഹൃദവും ആദരവും സ്ഥാപിക്കൽ. വാണിയോടുള്ള അൽക്ക മാമന്റെ സൗഹൃദപരമായ പെരുമാറ്റം. അതേസമയം ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രതീക്ഷിക്കുന്നതുപോലെ മാം എന്ന ആദരവുള്ള പദം നിലനിർത്താൻ നിർബന്ധിക്കുന്നത്, ഇത് ആധുനികവും പരമ്പരാഗതവുമായ മൂല്യങ്ങൾക്കിടയിലുള്ള അൽക്കയുടെ സന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ബന്ധത്തിന് ആഴത്തിലുള്ളതും സുസ്ഥിരവുമായ അടിത്തറ നൽകുന്നു. നിഗൂഢതയുടെ സൃഷ്ടി. അൽക്ക ഭാട്ടിയ അൽക്ക അവിവാഹിതയാണെന്ന് വെളിപ്പെടുത്തുകയും എന്നിട്ട് അതിന്റെ കാരണം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നത് കഥയുടെ പ്രധാന നിഗൂഢതയായി മാറുന്നു. അവിവാഹിതയായിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ എന്റെ സൗഹൃദത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ശൂന്യത ഒരു പരിധിവരെ എനിക്ക് നികത്താൻ കഴിഞ്ഞേക്കും എന്ന അവരുടെ പ്രസ്താവന അൽക്കയുടെ മനഃശാസ്ത്രപരമായ ആഴവും വാണിയോടുള്ള അവരുടെ വാത്സല്യത്തിന്റെ കാരണവും വ്യക്തമായി വിശദീകരിക്കുന്നു. വാണിയുടെ ആന്തരിക പക്ഷപാതം. സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നിട്ടും അൽക്കയുടെ അവിവാഹിത അവസ്ഥ കാരണം വാണിയുടെ മനസ്സിൽ സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള ഭയം മിന്നിമറയുന്നത് വാണിയുടെ സ്വഭാവത്തിന്റെ പരിമിതിയെയും അവളുടെ പരമ്പരാഗത ഇന്ത്യൻ മൂല്യങ്ങളെയും ഉയർത്തിക്കാട്ടുന്നു. ഇത് അവളുടെ ആന്തരിക പോരാട്ടത്തെ കാണിക്കുന്നു. അവൾ പഠിക്കുന്നതിനെ ഒരു സാധാരണ പ്രവണതയായി അംഗീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഇത് കഥയ്ക്ക് സങ്കീർണത നൽകുന്നു. അച്ഛന്റെ അതുല്യ വ്യക്തിത്വം. വാണിയുടെ കുടുംബത്തെ അൽക്കമാം പ്രശംസിക്കുന്നത് അവരുടെ സഹോദരന്റെ ത്യാഗവും അച്ഛന്റെ മൂല്യങ്ങളും വാണിക്ക് തന്റെ കുറ്റബോധത്തെ മറികടക്കാനും തന്റെ അച്ഛന്റെ അതുല്യമായ വ്യക്തിത്വം കാണാനും ഒരു അവസരം നൽകുന്നു. വാണിയുടെ യാത്ര ബാഹ്യ വിജയത്തെക്കുറിച്ച് മാത്രമല്ല, ആന്തരിക മാനസിക പക്ഷപാതങ്ങളെ മറികടക്കുന്നതിനെക്കുറിച്ചും കൂടിയാണെന്ന് ഈ എപ്പിസോഡ് തെളിയിക്കുന്നു. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശം. വാണിയുടെ ശബ്ദം. സന്തോഷം. മാമന്റെ പ്രശംസകൾ കേൾക്കുമ്പോൾ വാണിയുടെ ശബ്ദം സന്തോഷവും അഭിമാനവും നിറഞ്ഞതായിരിക്കണം. പോരാട്ടം. സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാകുന്ന നിമിഷത്തിൽ വാണിയുടെ ശബ്ദത്തിൽ ഒരു മൂർച്ചയുള്ള വിറയലും പെട്ടെന്നുള്ള പരിഭ്രമവും കാണിക്കണം. അവസാന സംഭാഷണം. മാം, ഞാൻ ചിന്തിക്കുന്നത്. അസ്വസ്ഥത മറച്ചുവെക്കാനുള്ള ശ്രമത്തെ വെളിപ്പെടുത്തണം. കഥാപാത്രങ്ങളുടെ ശബ്ദം. അൽക്ക ഭാട്ടിയ. സ്വരം സൗഹൃദപരവും വിനയമുള്ളതുമായിരിക്കണം, പക്ഷേ അന്തിമ തീരുമാനം അവരുടേതാണ്. അവർ ശൂന്യതയിലേക്ക് നോക്കുന്ന നിമിഷങ്ങളിൽ ശബ്ദം ദുഃഖവും അഗാധമായ ചിന്തയും നിറഞ്ഞതായിരിക്കണം. സംഗീതം. നിഗൂഢതയുടെ നിമിഷം. അൽക്ക തന്റെ അവിവാഹിത അവസ്ഥയെക്കുറിച്ചും വാണിയിലെ ശൂന്യത നികത്തുന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പശ്ചാത്തല സംഗീതം അവ്യക്തവും സാവധാനമുള്ളതും നിഗൂഢവുമായ ഈണം ഉപയോഗിക്കണം. ഉപസംഹാരം. ഈ എപ്പിസോഡ് ഒരു മൂർച്ചയുള്ള ചോദ്യചിഹ്നത്തിൽ അവസാനിക്കണം. അതുവഴി അടുത്ത വെളിപ്പെടുത്തലിനായി ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. എപ്പിസോഡ് 6 സമാപിച്ചു.